നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് നീക്കവുമായി പോലീസ് നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ തടസ്സമാകില്ല എന്ന നിയമ ഉപദേശത്തിന് ശേഷം പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് പ്രത്യേക നിർദ്ദേശം. കേരളത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യതകളില്ലെന്നും കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം. പീഡനക്കേസിൽപ്പെട്ട് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കണ്ടെത്താൻ SFIയുടെ ലുക്കൌട്ട് നോട്ടീസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കണ്ടാൽ പോലീസിലെ അറിയിക്കണമെന്ന പോസ്റ്ററുമായി SFI പ്രചരണ സമരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമെന്നും ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ലെന്നും നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ കോൺഗ്രസിൽ വളർന്നുവരുന്ന അധോലോക സംഘമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ കുറിച്ച് പറയാൻ താൻ പ്രവചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. പിടിയിലായ കേസിലെ മുഖ്യപ്രതി പത്തനംതിട്ട അടൂർ അങ്ങാടിക്കൽ നോർത്ത് സ്വദേശിയായ കാർത്തിക്. അറസ്റ്റ് ചെയ്തത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘം. ചേലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ചേലക്കര സ്വദേശിയായ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശികളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ കണ്ണുകളും പെരിങ്ങോട്ടുകുറിശ്ശിയിലേക്ക്. മുൻ MLAയും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് ഇടതുചേരിയിലേക്ക് കളം മാറിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ AV ഗോപിനാഥിന്റെ സ്വതന്ത്ര മുന്നണിയും LDFും നേരിടുന്നത് UDFിനെ. 45 വർഷക്കാലം കോൺഗ്രസിനെ ഭദ്രമാക്കിയ AV പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഇടതുഭരണത്തിനായുള്ള തീവ്ര ശ്രമത്തിൽ. സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ പുലിക്കളിക്ക് ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയെന്നും കേന്ദ്രമന്ത്രി. മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളെന്നും സുരേഷ് ഗോപി. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഭയമെന്നും കേന്ദ്രമന്ത്രി. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ ഇടിച്ചു കയറി മറിഞ്ഞു. വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണിയും തകർത്തു. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരുക്ക്. കുങ്കിയാനകൾ മടങ്ങിയതിന് പിന്നാലെ ജനവാസ മേഖലയിൽ കാട്ടാനയെത്തി. കഴിഞ്ഞ ദിവസം കുതിരാൻ ഇരുമ്പ് പാലം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് ഒറ്റയാൻ ഇറങ്ങിയത്. മുള്ളൂർക്കരയിൽ വീട്ടിനുള്ളിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മുള്ളൂർക്കര കണ്ടമ്പാറ കുറുവക്കാട് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 26 വയസ്സുള്ള വിഷ്ണു. വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി സ്വദേശി അത്താണിക്കൽ മുഹമ്മദ് ഫാരീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റിനെ നീക്കവുമായി പോലീസ് നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ തടസ്സമാകില്ല എന്ന നിയമോപദേശത്തിന് ശേഷം പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല എന്ന് പോലീസ് വിലയിരുത്തൽ. കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തടസ്സമാകുമെന്നതിൽ കേരളത്തിന് പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കും. രാഹുലിൻ്റെ ഔദ്യോഗിക വാഹനം പാലക്കാട്ടെ ഫ്ളാറ്റിലുണ്ട്. രാഹുൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ തന്നെയുണ്ടെന്നാണ് വിവരം. അതേസമയം പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് വൈദ്യപരിശോധന നടത്തിയത്. പരാതിക്കാരിയുടെ സുഹൃത്തുക്കളുടെയും ചികിത്സിച്ച ഡോക്ടറുടെയും മൊഴിയെടുക്കും. ശനിയാഴ്ച മുതൽക്ക് തന്നെ മൊഴിയെടുപ്പ് തുടങ്ങാനാണ് പോലീസിന്റെ നീക്കം. യുവതിയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീഡനക്കേസിൽപ്പെട്ട് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കണ്ടെത്താൻ SFIയുടെ ലുക്കൌട്ട് നോട്ടീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ പോലീസിനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരുന്നു SFIയുടെ പ്രചരണ സമരം. വിക്ടോറിയ കോളേജ് മുതൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെ ആയിരുന്നു SFI പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. जिंदाबाद
രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടാൽ പോലീസിനെ അറിയിക്കാനാവശ്യപ്പെട്ടാണ് SFIയുടെ പ്രചരണ സമരം. വിക്ടോറിയ കോളേജ് മുതൽ സ്റ്റേഡിയം, ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രചരണ സമരം. വിവാദത്തിൽപ്പെട്ട രാഹുൽ ഒളിവിലാണ്. ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യത്തിനും ശ്രമിക്കുന്നുണ്ട്. അതിജീവിത പരാതി നൽകിയതോടെ കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടയിൽ നിന്ന് അപ്രത്യക്ഷനായ രാഹുലിന് വേണ്ടി കേരള പോലീസ് അങ്ങോളം ഇങ്ങോളം വലവിരിച്ചിട്ടും രാഹുൽ കുടുങ്ങിയില്ല. രാഹുൽ വിദേശത്തേക്ക് രക്ഷപ്പെടാതിരിക്കാനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് SFIയുടെ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചുള്ള പ്രചരണ സമരം. പെൺകുട്ടികളെ മൃഗമായി പീഡിപ്പിച്ച ഗോവിന്ദചാമിയുടെ അവതാരമാണ് രാഹുലെന്നും കണ്ടുകിട്ടുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും SFI വ്യാപാരികളോടും യാത്രക്കാരോടും വാഹന ജീവനക്കാരോടും അഭ്യർത്ഥിച്ചു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് MLA ആണ്. നിലവിലൊരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അത് സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറണം. എന്നാൽ അദ്ദേഹം ഈ ഒരു ആരോപണം വന്നപ്പോൾ തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുൾ കേസ് എന്നാണ്. ഇപ്പോൾ നേരത്തെ ഷാഫിക്ക, നമ്മുടെ സ്വന്തം ഷാഫിക്ക എന്താ പറഞ്ഞത്, ഇതുവരെ കേസൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ മൂപ്പര് കാണാൻ വേണ്ടിയിട്ടാണ് 1, 2, 3, 4, 5, 6, 7 കേസുകളാണ് നിലവിൽ വന്നത്. വിശ്വാസവഞ്ചന, ബലാത്സംഗം തുടങ്ങിയിട്ടുള്ള കേസുകളാണ് വന്നിരിക്കുന്നത്. ഇത്ര കേസ് പോരെ ഒരാളെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്? അതുപോലെ തന്നെ MLA ആണ് അദ്ദേഹം, ഒരു യുവ നേതാവാണ് അദ്ദേഹം. ആളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട സമീപനമാണോ അതിലുണ്ടായിട്ടുള്ളത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്തെ MLA ഞങ്ങൾക്ക് ജനക്ഷേമം ഉറപ്പുവരുത്തേണ്ട, സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരാളാണ്. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് വളരെ ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ്. SFI ജില്ലാ സെക്രട്ടറി വിപിൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബിൻ യാക്കര, ഏരിയ സെക്രട്ടറി നിഖിൽ, മുണ്ടൂർ ഏരിയ സെക്രട്ടറി അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ല, നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ കോൺഗ്രസിനകത്ത് വളർന്നു വരുന്ന അധോലോക സംഘമുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. MLA സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുലിൻ്റെ തീരുമാനമാണെന്ന കോൺഗ്രസ് വാദം ശരിയല്ലെന്നും പിന്നെ എന്തിനാണ് പാർട്ടിയെന്നും പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ K. സുരേന്ദ്രൻ ചോദിച്ചു. MLAക്കെതിരെ ഗൗരവമായ പരാതി വന്നതോടെ VD സതീശൻ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും K. സുരേന്ദ്രൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഹുൽ വിഷയം ഒറ്റപ്പെട്ടതല്ല, സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ മാങ്കൂട്ടത്തിൻ്റെ ഗുരുക്കന്മാർക്കും വിദേശത്തു നിന്ന് ഫണ്ട് നൽകുന്നവർക്കും മതതീവ്രവാദികൾ വരെ ഇതിൽ പങ്കുണ്ട്. ഇരയെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന പരാതിയുമുണ്ട്. ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ല, നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ കോൺഗ്രസിനകത്ത് പുതുതായി വളർന്നു വരുന്ന അധോലോക സംഘമുണ്ട്. ഇവരുമായി സർക്കാരിന് എന്തിനാണ് ഒളിച്ചുകളി എന്നാണ് സംശയം. സസ്പെൻഷനിലായ രാഹുലിനെ വീട്ടിൽ നിന്നും വീണ്ടും പുറത്തിറക്കിയത് ഈ അധോലോക സംഘമാണ്. പരാതി പറയാൻ ശ്രമിക്കുന്നവരെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുക, അത് രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അറിവുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ആരുടെ സ്പോൺസറാണ് എന്നുള്ളത്. അത്തരം ശക്തികളുടെ സഹായമുണ്ട്. അവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കേരളത്തിനകത്ത് ഏത് പ്രചരണവും നടത്താൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സംഘങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളർന്നു വരുന്ന പുതിയൊരു ഒക്കച്ചങ്ങായിമാർ, ഗുണ്ടാ സംഘങ്ങളുമായി നടക്കുന്നവർ, സൈബർ ഗുണ്ടകളുമായി നടക്കുന്നവർ, മതതീവ്രവാദികളുടെ പോലും പിന്തുണയോടുകൂടിയാണ് അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും കോൺഗ്രസിൽ ആർക്കും അറിയാത്തതല്ല. കാരണവും തെളിവുകളും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചപ്പോൾ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. വ്യാജ ഐഡന്റിറ്റി കാർഡ് വിഷയത്തിലും പോലീസ് രാഹുലിനെ സംരക്ഷിച്ചു. MLA സ്ഥാനം രാജിവെക്കേണ്ടത് രാഹുലിൻ്റെ തീരുമാനമെന്ന കോൺഗ്രസ് നിലപാട് ശരിയല്ല. അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാനാണെങ്കിൽ പിന്നെന്തിനാണ് പാർട്ടിയെന്നും സുരേന്ദ്രൻ ചോദിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനെ കുറിച്ച് പറയാൻ താൻ പ്രവാചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മറ്റു പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിടിക്കപ്പെട്ടവരെയും ജയിലിൽ കഴിയുന്നവരുമായ CPM നേതാക്കളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുകയാണെന്നും
സണ്ണി ജോസഫ് തൃശ്ശൂരിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇതുവരെ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെയും പോലീസ് തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതി ഇടപെടലിൽ SIT അന്വേഷണം നടത്തിയിട്ടും ഇക്കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ടവരും ജയിലിൽ കഴിയുന്നവരുമായ CPM നേതാക്കളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ്. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയിലല്ല രാഹുൽ ഇരുന്നത്. രാഹുലിനെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടിയെക്കുറിച്ച് താനും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിനെക്കുറിച്ച് പറയാൻ താൻ പ്രവാചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. MLA സ്ഥാനത്തെ രാജി തീരുമാനിക്കേണ്ടത് രാഹുൽ തന്നെ. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണകക്ഷി MLA ആയി ഭരണഘടനാ ബെഞ്ചിൽ ഇരുന്ന് പ്രസംഗിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ വിഷയം ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ്. ആ സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായിട്ടുള്ള പ്രതികളിലേക്ക് ഇനിയും എത്താനോ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളിൽ CPMൻ്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയും ഗവൺമെൻറ്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണകക്ഷി MLA ആയിട്ട് ഭരണകക്ഷി ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ല. നിയമസഭയിൽ പങ്കെടുക്കുന്നതിനും അദ്ദേഹത്തിന് തടസ്സമില്ല. വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രമാണെന്നും അതിൽ വരുന്ന ലേഖനങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പരിശോധിക്കും. കണ്ണൂർ, കാസർഗോഡ് MPമാർ സംസാരിക്കുന്ന വാക്കുകളിൽ ചെറിയ വ്യത്യാസം മാത്രം. അവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളും പ്രാസംഗികരുമാണ്. വ്യക്തിപരമായാണ് വിഷയത്തെ സമീപിക്കുന്നത്. അവർ സംസാരിച്ചപ്പോൾ ഉണ്ടായ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചു വരികയാണ്. ന്യൂസ് സെൻറ്റർ, തൃശ്ശൂർ. തൃശ്ശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. കേസിലെ മുഖ്യപ്രതിയായ പത്തനംതിട്ട അടൂർ അങ്ങാടിക്കൽ നോർത്ത് സ്വദേശിയായ കാർത്തിക് എന്നയാളെയാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘം അറസ്റ്റ് ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ കണ്ണുകളും പെരിങ്ങോട്ടുകുറിശ്ശിയിലേക്ക്. മുൻ MLAയും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് ഇടത് ചേരിയിലേക്ക് കളം മാറിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ AV ഗോപിനാഥിൻ്റെ സ്വതന്ത്ര വികസന മുന്നണിയും LDFും നേരിടുന്നത് UDFിനെ. 45 വർഷക്കാലം കോൺഗ്രസിൻ്റെ നില ഭദ്രമാക്കിയ ഗോപിനാഥ് ഇടത് ഭരണം നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ആകെ 18 സീറ്റുകളിൽ 11 സീറ്റിൽ സ്വതന്ത്ര മുന്നണിയും 7-ൽ LDF സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തിറങ്ങുന്നത്. 45 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശ്ശിയുടെ ഭരണം കോൺഗ്രസിൻ്റെ കൈപ്പിടിയിലൊതുക്കിയ ഗോപിനാഥ് കോൺഗ്രസ് നേതൃത്വമായുള്ള അസ്വാരസ്യത്തെ തുടർന്ന് 2024 കോൺഗ്രസിൻ്റെ പ്രാഥമികാംഗത്വം വരെ ഒഴിവാക്കിയത്. 45 വർഷക്കാലം പഞ്ചായത്തിലെ പ്രതിപക്ഷക്കാരായ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ്സാണ് ഗോപിനാഥിൻ്റെ പ്രതിപക്ഷക്കാർ. ഗോപിനാഥ് രൂപീകരിച്ച IDF സ്വതന്ത്ര വികസന മുന്നണിയും CPMും കൈകോർത്താണ് ഇവിടെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത്. 18 വാർഡുകളുള്ളതിൽ ഗോപിനാഥിൻ്റെ IDFന് 11 സീറ്റിലും CPM 7 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. IDF സ്ഥാനാർത്ഥികൾ കുടച്ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത്. നിലവിൽ പഞ്ചായത്തിലെ 6ാം വാർഡ് അംഗമായ ഗോപിനാഥ് ഇത്തവണ 9ാം വാർഡിൽ ബമ്പണ്ണൂരിലാണ് അംഗം കുറിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്കൂൾ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ചേലക്കര സ്വദേശിയായ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥിയെ വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മറ്റു വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ നിലത്തിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കുറുമല സ്വദേശിയായ 16-കാരനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശികളായ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശ്ശൂരിൽ പുലിക്കളിക്ക് ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിൻ്റെ അനാസ്ഥയാണെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണെന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് ആർക്കാണ് ഭയമെന്നും കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ ചോദിച്ചു. പുലിക്കളി സംഘങ്ങളുടെ ചെലവ് കണക്ക് സംസ്ഥാന ടൂറിസം വകുപ്പ് നൽകിയിട്ടില്ല. ഓരോ പുലിക്കളി സംഘത്തിനും 3 ലക്ഷം രൂപയായിരുന്നു കേന്ദ്ര സഹായം. ലൂർദ് കത്തീഡ്രലിൽ കിരീട സമർപ്പണത്തിന് മാധ്യമങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നും
പോയത് സ്വകാര്യ ആവശ്യത്തിനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ലൂർദ് പള്ളിയിലേക്ക് നേതാക്കളെയും ക്ഷണിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ലൂർദ് മാതാവിന്റെ പള്ളിയിൽ ഞാൻ അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഞാനും എന്റെ കുടുംബവുമാണ് പോകുന്നത്. എന്റെ വാടക വീടിന്റെ ഉടമസ്ഥൻ സുജിത്താണ് അത് വിളിച്ച് ഓർഗനൈസ് ചെയ്യുന്നത്, പാർട്ടിയല്ല. അനീഷും പാർട്ടിക്കാരും അവിടെ വന്നെങ്കിൽ അത് അവരുടെ ഇഷ്ടം. ഞാൻ അവരെ ആരെയും ക്ഷണിച്ചിട്ടില്ല. ഞാനൊരു നേർച്ച നടപ്പിലാക്കാൻ പോവുകയാണ്. അവിടെ വന്ന് എന്തോ ഒരു സ്കീമിംഗ് ആണ്. ഞാനൊന്നും സംസാരിച്ചില്ല. പള്ളിക്കകത്ത് കയറാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെന്റെ കുടുംബത്തിന്റെ കാര്യമാണ്, നിങ്ങൾക്ക് ആർക്കും പള്ളിക്കകത്ത് പ്രവേശനമില്ല, ഞാനത് നേർച്ചയാണ് ചെയ്യുന്നത്, അത് പ്രദർശിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്ലീസ് നിങ്ങൾ അകത്ത് വരരുതെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ കോണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, എനിക്കറിയാം. ഇടുവോ? ഇതിനപ്പുറം എന്ത് തെളിവ് വേണം? പിന്നെ അത് ഞാൻ ജനങ്ങളുടെ കാശൊന്നും എടുത്ത് ചെയ്തതല്ല. ഞാൻ ഊരെ ഒടിച്ച് പണിയെടുത്ത് പണത്തിൽ നിന്ന് ചെയ്തതാണ്. അതെന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങാണ്. അടുത്ത ദിവസം അവളുടെ താലികെട്ടാണ് ഗുരുവായൂരിൽ. എല്ലാം ഭംഗിയായി നടക്കണം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അതുപോലും ചോദ്യം ചെയ്ത ഒരു അധമ മാധ്യമ സംസ്കാരം ഉണ്ടായിരുന്നു. കലിംഗ് സദസ്സിൽ ചോദ്യമുന്നയിച്ച ആനന്ദവല്ലി ചേച്ചിയോട് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ തന്നെയാണ് പറഞ്ഞത്. 300ഓളം സഹകരണ ബാങ്കുകളിൽ അഴിമതികൾ നടന്നിട്ടുണ്ട്. ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വിഷയങ്ങൾ ഇതെല്ലാമാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ചെമ്പ് തോണ്ടി നടന്നവന്മാർ എവിടെ പോയി? കരുവന്നൂരിന്റെ കാര്യത്തിൽ എന്താണ് ആ ആനന്ദവല്ലി ചേച്ചിയോട് കലിംഗിലിരുന്ന് ഞാൻ ചോദിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കണ്ട് പറയും, ആ പണം ഇഡിയുടെ കൈവശമുണ്ട്, 100 ചില്ലാനും കോടിയുണ്ട്, അത് തിരിച്ച് കരുവന്നൂർ ബാങ്കിലേക്ക് സ്വീകരിക്കാൻ കോടതിയിൽ തയ്യാറായി മുഖ്യമന്ത്രിയോട് വരാൻ പറയൂ, കോഓപ്പറേറ്റീവ് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് വരാൻ പറയും. ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത്, അയ്യോ മുഖ്യമന്ത്രിയൊക്കെ ഞങ്ങൾ എങ്ങനെ കാണാനാ, മുഖ്യമന്ത്രിയൊക്കെ എവിടെ പോയി കാണാനാ, അതിനൊക്കെ ഞങ്ങൾക്ക് പറ്റുമോ? അപ്പോൾ ഞാൻ തമാശ രൂപത്തിൽ അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതാക്കി വിഷയം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ ഇടിച്ചു കയറി മറിഞ്ഞു. വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണിയും ഇടിച്ചു തകർത്തിട്ടുണ്ട്. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് ശനിയാഴ്ച പുലർച്ചെ 2:45 പരുത്തിപ്ര LP സ്കൂൾ പരിസരത്തെ വളവിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക വിവരങ്ങൾ. നിയന്ത്രണം വിട്ട കാർ പാതയോരത്തുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണി ഇടിച്ചു തകർത്ത് തൊട്ടടുത്തുള്ള വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഒംനി വാനിൽ ഇടിച്ചു കയറി മറിയുകയായിരുന്നു എന്നാണ് വിവരണങ്ങൾ. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്നയാൾ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പരുത്തിപ്ര സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള ഒംനി വാനും തകർന്ന നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. സ്വകാര്യ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന ലോറിയുമായി ഡിവൈൻ ആശുപത്രിയിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുകയായിരുന്ന സ്വകാര്യ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ യാത്രകനായ ചേലക്കര സ്വദേശിക്ക് പരിക്കേറ്റു. ചേലക്കര അന്തിമഹാകളങ്കാവ് സ്വദേശിയായ രാജേഷിനാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ ഓട്ടുപാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ രാജേഷിനൊപ്പം ജസന്ത് എന്ന മറ്റൊരാളും ഉണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗത തടസ്സം നീക്കിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുങ്കിയാനകൾ മടങ്ങിയതിന് പിന്നാലെ കുതിരാനിൽ വീണ്ടും ഒറ്റയാൻ ഇറങ്ങി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഇരുമ്പുപാലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് ഒറ്റയാൻ ഇറങ്ങിയത്. ഇത് ജനവാസ മേഖലയാണ്. പ്രദേശത്ത് ആക്രമണ സ്വഭാവം കാണിച്ചു നടന്നിരുന്ന ഒറ്റയാനെ തുരത്താൻ വേണ്ടിയാണ് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചത്. 2 ആഴ്ചയോളം ദൗത്യത്തിന്റെ ഭാഗമായി ആനകൾ കുതിരാനിലുണ്ടായിരുന്നു. ഇന്നലെയാണ് കുങ്കിയാനകൾ വയനാട്ടിലേക്ക് മടങ്ങിയത്. ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങിയതിൽ നാട്ടുകാർക്ക് പ്രതിഷേധവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വീട്ടിനുള്ളിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മുള്ളൂർക്കര കണ്ണുംപാറ കുറുവക്കാട് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 26 വയസ്സുള്ള വിഷ്ണുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്കുന്നത്തുകാവ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവെ മരിച്ചു. ദേശമംഗലം മേലേത്തലശ്ശേരി സ്വദേശി അത്താണിക്കൽ മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മരണം. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരണം. കഴിഞ്ഞ 3 ദിവസങ്ങളായി 90% തീപ്പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയായിരുന്നു ഫാരിസ്. വടക്കഞ്ചേരി ചിറ്റണ്ടയിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഫാരിസിന് കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബൈക്കിൽ നിന്നും തീപ്പൊരി സ്പാർക്കാവുകയും സമീപത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് നിമിഷ നേരം കൊണ്ട് തീ പടർന്ന് ഒരു തീഗോളമായി മാറുകയും ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊടുങ്ങല്ലൂരിൽ അമ്ലമഴ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആലയിൽ ശനിയാഴ്ച രാവിലെയാണ് മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. ആലഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരാണ് അമ്ല മഴ കൊണ്ടത്. ഇവരുടെ വസ്ത്രങ്ങളിലും വാഹനങ്ങളിലും മഞ്ഞ നിറമുള്ള മഴ വീഴുകയായിരുന്നു. നിമിഷനേരം മാത്രം നിന്ന മഴ ഞൊടിയിടയിൽ പെയ്തൊഴിയുകയായിരുന്നു. ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതിനുവേണ്ടി ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ വന്നപ്പോഴാണ് ചെറിയൊരു മഴ ചാറ്റൽ പോലെയാണ് ആദ്യം തോന്നിയത്. അപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയവരുടെ ഡ്രസ്സിലൊക്കെ ഒരു മഞ്ഞ കളർ കണ്ടു. നമ്മൾ ആദ്യം അത് വിചാരിച്ചത് വല്ല പക്ഷികളുടെ ഇതാണെന്ന് വിചാരിച്ചത്. പിന്നീടാണ് നമ്മൾ വണ്ടികളിൽ ശ്രദ്ധിച്ചപ്പോൾ നിറച്ച് മഴ പെയ്ത ഒരു ആസിഡ് റെയിൻ പോലെ എല്ലാ വണ്ടികളിലും മഞ്ഞ കളറിൽ ഡോട്ട്സ് കണ്ടത്. അത് പോകാനാണെങ്കിലും പാടാണ്. നമ്മളത് ഉരച്ച് നോക്കി അതങ്ങനെ പോകുന്നില്ല. ഡ്രസ്സിലായതും ഇച്ചിരി പാടുപെട്ടിട്ടാണ് നമ്മൾ കളഞ്ഞത്. ഇല്ല, ദേഹത്ത് തട്ടിയൊരു അസ്വസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് നമ്മൾ ഡ്രസ്സിൽ കളർ വന്നു, പിന്നെ നമ്മളവിടെ ടൈൽസിലൊക്കെ കളർ വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പ്രത്യേകം വണ്ടിയിലാണ് നമ്മൾ ശരിക്കും അറിഞ്ഞത്. അത് എന്തായാലും അധികം ഉറച്ചിട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഒരു ആസിഡ് മഴയാണ് എന്ന് തോന്നിയതല്ല. മലിനീകരണത്തിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന സൾഫ്യൂറിക് അമ്ലം, നൈട്രിക് അമ്ലം എന്നിവ മഴയിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് അമ്ലമഴ എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. പൊതുവിദ്യാഭ്യാസ കലോത്സവ വേദികളിൽ നിന്ന് തഴയപ്പെടുന്ന സ്വകാര്യ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള കലോത്സവം കെങ്കേമമായി. പാലക്കാട് സംഘടിപ്പിച്ച തരംഗിണി എന്ന കലോത്സവത്തിൽ 5 വേദികളായി 600ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. പൊതുവിദ്യാഭ്യാസ കലോത്സവ വേദികളിൽ നിന്ന് തഴയപ്പെടുന്ന സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള കലോത്സവം കെങ്കേമമായി. പണക്കൊഴുപ്പില്ലാത്ത സ്വകാര്യ വിദ്യാലയ കലോത്സവത്തിൽ 5 വേദികളിലായി പ്രതിഭ തെളിയിച്ചത് 600ഓളം വിദ്യാർത്ഥികൾ. പൊതുവിദ്യാലയങ്ങളിൽ ഇടമില്ലാത്ത സ്വകാര്യ വിദ്യാലയങ്ങളിലെ UP വരെയുള്ള വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് മേളക്കൊഴുപ്പും പണക്കൊഴുപ്പുമില്ലാതെ വേദികളിലെത്തിയത്. സർക്കാർ സ്കൂൾ കലോത്സവത്തിൻ്റെ മാനുവൽ അംഗീകരിച്ചുള്ള കലോത്സവത്തിൽ പാലക്കാട് ജില്ലയെയും പാലക്കാട് അതിർത്തിയായ തൃശൂർ, മലപ്പുറം ജില്ലകളിലെയും വിദ്യാർത്ഥികളാണ് ഭാവരാഗ താളലയങ്ങൾ കൊണ്ട് തരംഗിണി എന്ന കലോത്സവത്തെ സർഗാത്മകമാക്കി മാറ്റിയത്. രചന, ചൊല്ലൽ, ആലാപനം, നാട്യം എന്നിവയിലെല്ലാം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. സർക്കാർ, എയ്ഡഡ്, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വേർതിരിവില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ കലോത്സവം നടത്തപ്പെടേണ്ടതാണെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കഴിവുള്ളവർ തഴയപ്പെടുന്ന സ്ഥിതിയുണ്ട്. കഴിവുള്ള കുട്ടികളെ കണ്ടെത്താനും വേതനം നൽകാനും പ്രോത്സാഹനം നൽകുവാനും കഴിയണം. പ്രതിഭയാണെങ്കിലും പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയും അവഗണന നേരിടരുതെന്നും MP പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പാലക്കാട് ജില്ലയിൽ എല്ലാ പ്രൈവറ്റ് സ്കൂളുകളിലെയും കുട്ടികൾ 7ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നല്ല മിടുമിടുക്കികളും മിടുക്കന്മാരും അവർ കൂടുതൽ കാത്ത് അവിടെ ഇരിക്കുകയാണ്. അവരുടെ നൈസർഗികമായ കഴിവുകൾ കാണാൻ, ആനന്ദകരമായ ആ അനുഭൂതിയിലേക്ക് പോകാൻ മാതാപിതാക്കളാണ് ഏറെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് ഇടയിൽ ഇങ്ങോട്ട് ഓടി വന്നത്. ചടങ്ങിൽ ഗായകൻ പ്രണവം ശശി മുഖ്യാതിഥിയായി. നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവുകുളങ്ങളും ഏറെയുണ്ട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവുകുളങ്ങളും ഏറെയുണ്ട്. കാടുമലകളും കൂടി പിണയുന്ന കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കേരള പ്രൈവറ്റ് സ്കൂൾ സംഘടനാ മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്നാണ് തരംഗിണി സംഘടിപ്പിച്ചത്.
സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്ദം, കോർഡിനേറ്റർ ശാന്തി നായർ, പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, ആർ സുനിത, അബ്ദുൽ ഖാദർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ സംഘടിപ്പിച്ച സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം പരിപാടി രുചി വിഭവങ്ങളുടെ കലവറയായി. ഷൊർണൂർ ഉപജില്ലാതല പാചക മത്സരം 2025 ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ PB സുധീർ ഉദ്ഘാടനം ചെയ്തു. ഒന്നാം സ്ഥാനം നേടിയ വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ T ശാന്ത ജില്ലാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളിലായിരുന്നു സ്കൂൾ പാചക തൊഴിലാളികളുടെ ഷൊർണൂർ ഉപജില്ല 2025 പാചക മത്സരം സംഘടിപ്പിച്ചത്. പാചക മത്സരം രുചി വിഭവങ്ങളുടെ കലവറയായി. സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ഇത്തരം മത്സര പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. ഷൊർണൂർ ഉപജില്ലാ പാചക മത്സരത്തിൽ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 17 പേർ പങ്കെടുത്തു. നേരത്തെ പാചക മത്സര പരിപാടി ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ PB സുധീർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ പാചക മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നവംബർ മാസം നടക്കുന്നത് സബ് ജില്ലാ പാചക മത്സരമാണ്. അത് കഴിഞ്ഞ് ഈ സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ആളുകൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും അത് കഴിഞ്ഞ് ഈ ജില്ലയിൽ ഫസ്റ്റ് കിട്ടുന്ന ആളെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം എങ്ങനെ നൽകാം, അതെങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും എന്ന് ഒരു മത്സരം നടത്തി അതിൽ നല്ല രീതിയിൽ, അതായത് ഈ എല്ലാവരും കൂടി കൂട്ടായിട്ട് ഒരു മത്സരം നടത്തുമ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് കൂടി ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമായിട്ടാണ് അതിന് കാണേണ്ടത്. ചടങ്ങിൽ ഷൊർണൂർ AO സുവർണകുമാരി അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PB കദീഷ്, ഷാജി മാസ്റ്റർ, റേഷനിംഗ് ഇൻസ്പെക്ടർ TN മനോജ്, VR റസിയ, V സംഗീത, മഞ്ജിമ, ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. 4 പേരടങ്ങുന്ന വിധികർത്താക്കളാണ് മത്സര വിജയികളെ തിരഞ്ഞെടുത്തത്. പങ്കെടുത്ത എല്ലാവരും മികച്ച നിലവാരം പുലർത്തിയെന്നാണ് അഭിപ്രായം. ഒന്നാം സ്ഥാനം വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീം ശാന്ത നേടിയപ്പോൾ 2ാം സ്ഥാനം വാടനാംകുറിശി ഗവൺമെൻറ് ഹൈസ്കൂളിലെ തങ്കമണി കരസ്ഥമാക്കി. 3ാം സ്ഥാനം പനയൂർ TM UP സ്കൂളിലെ ദേവകിയും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജില്ലാതല മത്സരത്തിലേക്ക് വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീം ശാന്തയെ തിരഞ്ഞെടുത്തു. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. വള്ളത്തോൾ നഗർ UDF കൺവെൻഷൻ ചെറുതുരുത്തി സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്തു. കൺവെൻഷനിൽ KPCC ജനറൽ സെക്രട്ടറി KB ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥികളെല്ലാവരും പ്രവർത്തകരോടൊപ്പം അവരവരുടെ വാർഡുകളിലെ നേതാക്കളോടൊപ്പം ഒരു റൗണ്ട് പൂർത്തിയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പൂർത്തിയാകാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ജനവികാരം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം, വിജയിക്കണം എന്ന് സാധാരണ അഭിപ്രായം പറയാത്ത വോട്ടർമാർ പോലും പറയുന്ന അവസ്ഥയാണിത്. അതാണ് ജനവികാരം. അങ്ങനെയുള്ളൊരു ജനവികാരമാണ് ഇന്നുള്ളത്. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം കണ്ടുവരുന്ന കാര്യമാണ്. നമ്മൾ ജയിക്കണം, അവർ തോൽക്കണം എന്നുള്ളത്. അത്രമാത്രം പിണറായി സർക്കാരിനെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ വരുന്ന 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ താഴെ ഇറക്കി കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അതിന് മുന്നോടിയായി മുമ്പ് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ജനാധിപത്യ മുന്നണി
വലിയ ഒരു കുറ്റപത്രമാണ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ കോടതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളം എന്നും ഓർക്കണം. കേരളം മറന്നുപോകരുത്, ജനങ്ങൾ മറന്നുപോകരുത്, അവരെ ഓർമ്മപ്പെടുത്തണം. ഈ സർക്കാരിന്റെ ചെയ്തികൾ എന്താണെന്നുള്ളത് ജനങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഏറ്റവും വലിയ ചുമതല. ചടങ്ങിൽ എം.എ. മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി പി.എം. അമീർ, DCC ജനറൽ സെക്രട്ടറി T.A. രാധാകൃഷ്ണൻ, K.A. ജോസഫ് മാസ്റ്റർ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് T.K. സൈദലവി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി P.A. അബ്ദുൽ കരീം, RSP ജില്ലാ സെക്രട്ടറി V.P. പ്രസാദ്, CMB ജില്ലാ കമ്മിറ്റി അംഗം ദേവദാസ് മണ്ണഴി, VM ഖാദർ മോൻ, P.A. അബ്ദുൽ ജബ്ബാർ, K.Y. അഫ്സൽ എന്നിവർ സംസാരിച്ചു. UDF-ന്റെ 18 സ്ഥാനാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി 201 അംഗ സമിതിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മൃഗശല്യം മൂലം നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായി മൃഗങ്ങളുടെ കഴുത്തിൽ റിഫ്ലക്ടർ കോളർ ഘടിപ്പിക്കുമെന്ന് JCI ഭാരവാഹികൾ കൂറ്റനാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. JCI കൂറ്റനാടും ജില്ലാ പോലീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിരത്തുകളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ ഡ്രൈവിങ്ങിനിടയിൽ കാണാത്തത് മൂലം നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിന് പരിഹാരമായാണ് റിഫ്ലക്റ്റഡ് കോളർ ഘടിപ്പിക്കുന്നത്. തൃത്താല മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. വിജയകരമായതോടെയാണ് പാലക്കാട് നഗരത്തിലും വിവിധ പ്രദേശങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുടങ്ങുന്നത് ഇതാണ് റിഫ്ലക്റ്റർ, അതായത് രാത്രി കാലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഉള്ളത് കന്നുകാലികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ നായ്ക്കളുണ്ട്. അപ്പോൾ വാഹനങ്ങൾക്കും മറ്റും ആളുകൾക്കും ഇത്തരത്തിലുള്ള ഇതിനെ കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത്തരത്തിലുള്ളത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ റിഫ്ലക്ടറുകൾ കഴുത്തിൽ സ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നും ആളുകൾക്ക് ഈ ഒരു നിറം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും, മൃഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ റിഫ്ലക്ടർ കഴുത്തിൽ അണിയിക്കുക എന്നതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ്. അത് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. JCI എന്ന് പറയുന്ന സംഘടന തന്നെ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. JCI കൂറ്റനാട് സെക്രട്ടറി സുഹൈൽ തെൽഹൌസ്, പ്രസിഡന്റ് മീന മേനോൻ, ഫാരിസ് വാസ, കോർഡിനേറ്റർ സുനിൽ കൂഴൂർ, ഷക്കി TP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര GHSൽ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തീ പിടിച്ചാലും അപകടം സംഭവിച്ചാലും അതിനെ എങ്ങനെ നേരിടണമെന്നും എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ്. സ്റ്റേഷൻ ഓഫീസർ ഷാജി, FRO സന്തോഷ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. സിവിൽ ഡിഫൻസ് വിജയൻ, പ്രിൻസിപ്പൽ ശശികുമാർ എന്നിവർ പങ്കെടുത്തു. റെയിൽവേ സുരക്ഷയും യാത്രാ മുൻകരുതലിനെക്കുറിച്ചും ക്ലാസ് നടന്നു. റെയിൽവേ പോലീസ് പാലക്കാട് ASI കൃഷ്ണകുമാർ ക്ലാസ് എടുത്തു. S സുബൈദ, സതീഷ് കുമാർ, റെയിൽവേ ജാഗ്രതാ സമിതി KV വിജയൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. നവംബർ 30-നാണ് യജ്ഞം സമാപിക്കുക. ബ്രഹ്മശ്രീ പയ്യന്നൂർ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് സമുദ്രത്തിന്റെ മധ്യത്തിലായി ദ്വാരക എന്ന മഹാനഗരത്തെ ഭഗവാൻ നിർമ്മിച്ച് യാദവന്മാരെ മുഴുവൻ ദ്വാരകയിലേക്ക് മാറ്റി ഭഗവാൻ തന്റെ ദ്വാരകാലീലകൾക്ക് തുടക്കമിട്ടു. ഇവിടെ വച്ച് മുജുകുന്ദൻ എന്ന പരമഭക്തന്റെ നേത്രാഗ്നിയിൽ യവനൻ എന്ന രാജാവിനെ ഭസ്മമാക്കി മുജുകുന്ദന്റെ സ്തുതി കേട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഹിമാലയത്തിലേക്ക് തപസ്സനായിട്ട് മുജുകുന്ദനെ പറഞ്ഞയച്ചു. ഇടമലവാദ്യർ ഈശ്വരൻ നമ്പൂതിരി, ലീല അന്തർജനം, G മഹാലക്ഷ്മി എന്നിവർ സഹാചാര്യന്മാരാണ്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു.
രാവിലെ വിഷ്ണു സഹസ്രനാമം, സമൂഹ പ്രാർത്ഥന, പൂതനാമോക്ഷം, ബാലലീല, കാളിയമർദ്ദനം, വേണുഗാനം, ഗോവർദ്ധനോദ്ധാരണം, രാസലീല, അക്രൂരൻ്റെ ഗോകുലയാത്ര, കംസവധം എന്നിവയുണ്ടായി. വൈകിട്ട് ക്ഷേത്രം രാധാമാധവം തിരുവാതിര സമിതിയുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച കുചേലാഖ്യാനവും രാത്രി തിരുവാതിരക്കളി, ഞായറാഴ്ച കൽക്കി അവതാരം എന്നിവയുടെ എല്ലാ ദിവസവും അന്നദാനവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. നവംബർ 22 തുടങ്ങിവെച്ച യജ്ഞത്തിനാണ് ശനിയാഴ്ച സമാപനമായത്. നിരവധി ഭക്തർ പങ്കെടുത്തു. കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനാണ് 29 ശനിയാഴ്ച ഉച്ചയ്ക്ക് സമാപനമായത്. രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾ പതിവ് പോലെ നടന്നു. തുടർന്ന് ഭാഗവത സപ്താഹ പാരായണവുമുണ്ടായി. ഉച്ചയോടുകൂടി സമർപ്പണ ആരതി, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം തുടങ്ങിയവയും നടന്നു. ബ്രഹ്മശ്രീ പൊന്നുടുക്കും മണികണ്ഠൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. പുരളിപ്പുറം കൃഷ്ണൻ നമ്പൂതിരി, പുതുശ്ശേരി പ്രശാന്ത് നാരായണ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. യജ്ഞത്തിൻ്റെ സമാപനത്തിലും അന്നദാനത്തിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 8 മുതൽ സമ്പൂർണ്ണ നാരായണീയം ആരംഭിക്കും. എരിപുരം നാരായണ സമിതിയാണ് അവതരിപ്പിക്കുക. തുടർന്ന് നൃത്തോത്സവം നടക്കും. ഡിസംബർ 1 തിങ്കളാഴ്ച ഏകാദശി വിളക്ക് സംഗീതോത്സവം ക്ഷേത്രത്തിൽ നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇനി മാറ്റിൽ കാണാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തമായി തെളിഞ്ഞിട്ടും കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കൾ ഇപ്പോഴും ന്യായീകരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പാർട്ടിയെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. എൻ്റെ ഒരു അഭിപ്രായം നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഇതേപോലത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ന്യായീകരണം ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ന്യായീകരിച്ചാൽ അത് ജനങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് സന്ദേശമാണ് കൊടുക്കുക? അതും ഒരു ജനപ്രതിനിധികളാണ് അവർ എല്ലാ ജനങ്ങൾക്കും നല്ല സന്ദേശങ്ങൾ കൊടുക്കേണ്ട ആൾക്കാർ തന്നെ ഇത്തരം പ്രവണതകൾക്കെതിരെ തുനിഞ്ഞിറങ്ങിയിട്ട് അവരെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോടൊട്ടും എനിക്ക് യോജിപ്പില്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നമല്ല. എല്ലാ രാഷ്ട്രീയത്തിലും ഇതേപോലത്തെ സംഗതികൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം അവരെ പാർട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് മുന്നിലുള്ള പല കേസുകളിലായാലും ശരി, പി ശശിയുടെ കേസായാലും, മുകേഷ് MLAയുടെ കേസായാലും, കടകംപള്ളിയുടെ കേസായാലും, അതേപോലെ ഒരുപാട് ആൾക്കാർ ഇവരെ കേസുകളൊക്കെ ആയാലും ശരി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ന്യായീകരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ വായടപ്പിക്കുക, ജനങ്ങളെ കണ്ണുപൊട്ടന്മാരാക്കുക എന്നതാണ് ചെയ്യുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ന്യായീകരണം ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നാണ്, പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് നീക്കവുമായി പോലീസ് നീക്കം മുൻകൂർ ജാമ്യാപേക്ഷ തടസ്സമാകില്ല എന്ന നിയമ ഉപദേശത്തിന് ശേഷം പാലക്കാട്, കൊച്ചി, തിരുവനന്തപുരം സ്റ്റേഷനുകൾക്ക് പ്രത്യേക നിർദ്ദേശം. കേരളത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യതകളില്ലെന്നും കോൺഗ്രസ് നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം. പീഡനക്കേസിൽപ്പെട്ട് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കണ്ടെത്താൻ SFIയുടെ ലുക്കൌട്ട് നോട്ടീസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കണ്ടാൽ പോലീസിലെ അറിയിക്കണമെന്ന പോസ്റ്ററുമായി SFI പ്രചരണ സമരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമെന്നും ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ലെന്നും നിരവധി ആളുകൾ പങ്കാളികളാണ്. ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ടെന്നും ഇതിന് പിന്നിൽ കോൺഗ്രസിൽ വളർന്നുവരുന്ന അധോലോക സംഘമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെക്കുറിച്ച് പറയാൻ താൻ പ്രവചകനല്ല. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിലായ കേസിലെ മുഖ്യപ്രതി പത്തനംതിട്ട അടൂർ അങ്ങാടിക്കൽ നോർത്ത് സ്വദേശിയായ കാർത്തിക്. അറസ്റ്റ് ചെയ്തത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘം. ചേലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ചേലക്കര സ്വദേശിയായ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു. സംഭവത്തിൽ വടക്കാഞ്ചേരി സ്വദേശികളായ 2 പേർക്കെതിരെ
പോലീസ് കേസെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ കണ്ണുകളും പെരിങ്ങോട്ടുകുറിശ്ശിയിലേക്ക്. മുൻ MLA-യും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് ഇടതുചേരിയിലേക്ക് കളം മാറിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ AV ഗോപിനാഥിന്റെ സ്വതന്ത്ര മുന്നണിയും LDF-ഉം നേരിടുന്നത് UDF-നെ. 45 വർഷക്കാലം കോൺഗ്രസിനെ ഭദ്രമാക്കിയ AV പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഇടതുഭരണത്തിനായുള്ള തീവ്ര ശ്രമത്തിൽ. സംസ്ഥാന ടൂറിസം വകുപ്പിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ പുലിക്കളിക്ക് ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയെന്നും കേന്ദ്രമന്ത്രി. മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളെന്നും സുരേഷ് ഗോപി. കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്രങ്ങളാണ് PM ശ്രീയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഭയമെന്നും കേന്ദ്രമന്ത്രി. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ ഇടിച്ചു കയറി മറിഞ്ഞു. വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണിയും തകർത്തു. ഞെട്ടിക്കുന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരുക്ക്. കുങ്കിയാനകൾ മടങ്ങിയതിന് പിന്നാലെ ജനവാസ മേഖലയിൽ കാട്ടാനയെത്തി. കഴിഞ്ഞ ദിവസം കുതിരാൻ ഇരുമ്പ് പാലം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് ഒറ്റയാൻ ഇറങ്ങിയത്. മുള്ളൂർക്കരയിൽ വീട്ടിനുള്ളിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മുള്ളൂർക്കര കണ്ടമ്പാറ കുറുവക്കാട് വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ 26 വയസ്സുള്ള വിഷ്ണു. വർക്ക്ഷോപ്പിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മരിച്ചത് ദേശമംഗലം മേലെ തലശ്ശേരി സ്വദേശി അത്താണിക്കൽ മുഹമ്മദ് ഫാരീസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നന്ദി, നമസ്കാരം.